ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവളം എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ പുതിയ SCERTയുടെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് നമ്മുടെ 4ാമത്തെ SCERT സീരീസിന്റെ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ജിയോഗ്രഫി നമ്മുടെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 4ാമത്തെ ചാപ്റ്റർ ആണ്. മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് നമുക്കറിയാം, എന്താണ് ഈ ഒരു ചാപ്റ്റർ ഇല്ലല്ല, ഇത് എക്കണോമിക്സിന്റെ ബേസിൽ വരുന്നതാണ്. മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന ചാപ്റ്ററിലാണ്. നമുക്കറിയാം ഈ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് എത്ര ചാപ്റ്റർ ജോഗ്രഫിയിലുണ്ട്, എത്ര ചാപ്റ്റർ ഹിസ്റ്ററിയിലുണ്ട്, എത്ര ചാപ്റ്റർ എന്താണ് നമ്മുടെ എക്കണോമിക്സിലുണ്ടെന്നൊക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന 4ാമത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കാൻ സമയമിട്ടില്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഉൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകം? അപ്പൊ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകം? ഇപ്പോൾ ഉൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകം ഏതൊക്കെയാണ്? ഭൂമി ഉൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകമാണോ? നമുക്കറിയാം അല്ലെ, ഭൂമി ഉൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകം തന്നെയാണ്. അധ്വാനം ഒരു ഘടകമാണ്. മൂലധനം എന്താണ്? ഒരു ഘടകമാണ് അല്ലെ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇവയെല്ലാം എന്താണ് ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഏതാണ്? താഴെ പറയുന്നവയിൽ ഭൂമി, അധ്വാനം, മൂലധനം എല്ലാം തന്നെ എന്താണ്? ഉൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധ്വാനത്തിനുള്ള പ്രതിഫലം എന്താണ്? അധ്വാനത്തിനുള്ള പ്രതിഫലം എന്താണ്? നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? പാട്ടം ആരെങ്കിലും നൽകുവാണ് ചെയ്യുക? പലിശ നൽകുവാണോ? ലാഭം നൽകുവാണോ? അല്ല, എന്താണ് നൽകുക? കൂലി നൽകുകയാണ് അല്ലെ. അപ്പൊ അധ്വാനത്തിലുള്ള ലാഭ പ്രതിഫലം എന്താണ്? കൂലിയാണ് അല്ലെ. ഓപ്ഷൻ ബി കൂലിയാണ് പ്രതിഫലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് യന്ത്രങ്ങളും ഉപകരണങ്ങളും ഏത് ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നു എന്ന് വെച്ചാൽ ഏതാണ്? യന്ത്രങ്ങളും ഉപകരണങ്ങളും ഏത് ഉൽപാദന ഘടകത്തിൽ? അത് ഭൂമിയുടെയാണോ, അധ്വാനത്തിന്റെയാണോ, മൂലധനത്തിന്റെയാണോ, സംരംഭകത്തിന്റെയാണോ? ഏതാണ് വരിക? അത് ക്യാപിറ്റൽ അല്ലെ. ഒരു യന്ത്രങ്ങളും ഉപകരണങ്ങളും അതിന്റെ റേറ്റ് ഒക്കെ വരുന്ന ഏതാണ്? ക്യാപിറ്റലിൽ അല്ലെങ്കിൽ മൂലധനത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആ ഒരു ഘടകത്തിൽ വരുന്നതാണ് ഇത്. നമ്മുടെ യന്ത്രങ്ങളായിക്കോട്ടെ ഉപകരണങ്ങളായിക്കോട്ടെ, നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പ്രകൃതി വിഭവങ്ങൾ ഏത് ഉൽപാദന ഘടകത്തിന്റെ ഭാഗമാണ്? ഭൂമിയുടെയാണോ, അധ്വാനത്തിന്റെയാണോ, മൂലധനത്തിന്റെയാണോ, സംരംഭത്തിന്റെയാണോ? ഏതാണത്? നമുക്കറിയാം അല്ലെ. പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഭൂമിയാണ് വരിക അല്ലെ. പ്രകൃതി വിഭവങ്ങൾ ഏത് ഉൽപാദന ഘടകത്തിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ഭൂമിയാണ്. ഇത് ഫിലിംസിന് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2022 മറ്റോ ഡിഗ്രി ഫിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഉൽപാദന ഘടകങ്ങളെ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്ന പ്രക്രിയ നമ്മൾ എന്ത് വിളിക്കും? കൃഷി എന്നാണോ, വ്യവസായം എന്നാണോ, സംരംഭത്വം എന്നാണോ, വ്യാപാരം എന്നാണോ? ഓക്കെ, അത് നമുക്ക് ഡൗട്ട് അടിക്കാം. വ്യവസായമാണോ അതോ സംരംഭത്വമാണോ? പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപാദന ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമി, നേരത്തെ 2-3 ഉൽപാദന ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഭൂമി ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉൽപാദനം നമ്മൾ സാധ്യമാക്കണം. അതിന് നമ്മൾ എന്ത് വിളിക്കും? സംരംഭകത്വം അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്നൊക്കെ നമ്മൾ അതിന് വിളിക്കും. ഓക്കെ, അത് ഓപ്ഷൻ സി സംരംഭത്വമാണ്. ഉൽപാദന ഘടകങ്ങളെ സംയോജിപ്പിക്കുന്ന ഉൽപാദനം സാധ്യമാക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാം. ജനസംഖ്യയുടെ വലിപ്പമാണോ, ജനസംഖ്യയുടെ ഘടന, ജനസംഖ്യയുടെ വൈദഗ്ധ്യം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം? ഓക്കെ, മാനവ വിഭവശേഷി എന്താണ്? മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശേഷിയാണ് അല്ലെ. അത് ജനസംഖ്യയുടെ വലിപ്പം സ്വാധീനിക്കുമല്ലോ, സ്വാധീനിക്കും. ജനസംഖ്യയുടെ ഘടന സ്വാധീനിക്കും, ജനസംഖ്യയുടെ വൈദഗ്ധ്യം സ്വാധീനിക്കും, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനമാണ് എന്ത് ചെയ്യുക, അവിടെ സ്വാധീനിക്കപ്പെടാതിരിക്കുക. ഓക്കെ, രാജ്യത്തിന്റെ മാനവ വിഭവശേഷി സ്വാധീനിക്കാത്ത ഘടകമാണിത് സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 2011 ജനസംഖ്യാ പിരമിഡ് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് പ്രായ വിഭാഗക്കാണ്? ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഫാക്ട്സ് അതുപോലെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 2011 അത് 15 മുതൽ 59 വയസ്സ് വരെ. ഇത് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ 2011 15 മുതൽ 59 വയസ്സ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. അത്രയേ ഉള്ളൂ. രാജ്യത്തിന്റെ തൊഴിൽ സേനയിൽ ഉൾപ്പെടുന്നത് ഏത് പ്രായ പരിധി? 15 വയസ്സിന് മുകളിലുള്ളവരാണ്. ഓക്കെ, അപ്പൊ രാജ്യത്തിന്റെ തൊഴിൽ സേനയിൽ ഉൾപ്പെടുന്നത് ഏത് പ്രായപരിധിയിലുള്ളവരാണെന്ന് ചോദിച്ചാൽ 15 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസൊക്കെ ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ കഴിയാൻ ചാൻസ് ഉണ്ട്. റാങ്ക് ഫയൽ ഉണ്ടാവില്ല. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ രാജ്യത്തിന്റെ തൊഴിൽ സേനയിൽ ഉൾപ്പെടുന്ന ഏത് പ്രായപരിധിയിലുള്ളവരാണെന്ന് വെച്ചാൽ 15 വയസ്സിന് മുകളിലുള്ളവരാണ് എന്ത് ചെയ്യുക. നമുക്ക് അറിയാവുന്ന ഫാക്ടറാണ്. ഇപ്പൊ ഓപ്ഷൻ വായിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 0 മുതൽ 14 വയസ്സല്ല, 60 വയസ്സിന് മുകളിലുള്ളവരല്ല, എല്ലാ പ്രായപരിധിയിലുള്ളവരും എന്താണ്? ആൻസർ തെറ്റാണ്. ഓക്കെ, അടുത്ത മാനവ വിഭവത്തിന്റെ ഉൽപാദനം സഹായിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് വെച്ചാൽ ഏതാണ്? ഉന്നത വിദ്യാഭ്യാസം, ഉചിതമായ പരിശീലനം, ആരോഗ്യ പരിരക്ഷ, ഇവയെല്ലാം. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? മാനവ വിഭവത്തിന്റെ
ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുണ്ട്. വിശദമായ പരിശീലനം ശരിയാണ്. ആരോഗ്യ പരിരക്ഷ ശരിയാണ്. അതല്ലേ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ഇവയെല്ലാം അതാണ് ശരി. ഓക്കെ, മാനവ വിഭവത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് വെച്ചാൽ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്തത് മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്? മാനവ വിഭവം എന്നാണോ, മനുഷ്യ മൂലധനം എന്നാണോ, തൊഴിൽ സേന എന്നാണോ, അതോ ജനസംഖ്യ എന്നാണോ? അത് മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം അറിയപ്പെടുന്നത് മനുഷ്യ, ഓപ്ഷൻ ബി ആണ് വരിക. ഇത് മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം അറിയപ്പെടുന്നത് മനുഷ്യ മൂലധനം എന്നാണ്. ഓക്കെ, മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യം അറിയപ്പെടുന്നത് മനുഷ്യ മൂലധനം എന്നാണ്. ഓക്കെ, മാനവ വിഭവം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? അപ്പൊ താഴെ പറയുന്നതിൽ മാനവ വിഭവം എന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സാമ്പത്തിക വിഭവങ്ങളാണോ, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണോ, പ്രകൃതി വിഭവങ്ങൾ മാത്രമാണോ, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണോ? അപ്പൊ നമുക്കറിയാം മാനവ വിഭവം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യരുമായി എന്തോ ബന്ധപ്പെട്ട ഒന്നാണെന്ന് അറിയാം. എന്താണ് അപ്പോ? ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ശേഷിയുള്ള ജനങ്ങളെയാണ് എന്ത് പറയുന്നത്? മാനവ വിഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെയാണ് എന്ത് പറയുന്നത്? മാനവ വിഭവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തൊഴിലില്ലായ്മയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിക്കുന്നത്. തൊഴിലില്ലായ്മയെ കുറിച്ച് താഴെ പറയുന്നത് ഏതാണ് ശരിയായത്? അപ്പൊ നിലവിലുള്ള വേതന നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥയാണ്, അതാണോ തൊഴിലില്ലായ്മ? അതോ കൂടുതൽ വേതനം ലഭിക്കുന്ന ജോലി മാത്രം തിരഞ്ഞെടുക്കുന്ന അവസ്ഥയാണ്? ശാരീരിക ശേഷിയില്ലാത്ത ഒരാൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ, വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ, ഏതാണത്? നമുക്കറിയാം, ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. നിലവിലുള്ള വേതന നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്നത് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രജനന തൊഴിലില്ലായ്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? തൊഴിൽ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത അവസ്ഥയാണോ, അതോ ആവശ്യത്തിലധികം തൊഴിലാളികൾ ഒരേ ജോലിയിൽ ഏർപ്പെടുന്ന അവസ്ഥയാണോ, താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ? അപ്പോൾ നമുക്ക് പേരേകം തന്നെ അറിയുന്നത് പ്രജനന തൊഴിലില്ലായ്മയാണ്. അപ്പോൾ തൊഴിലുണ്ടോ എന്ന് വെച്ചാൽ അവിടെ തൊഴിലുണ്ട്, പക്ഷെ അവിടെ ആൾക്കാർ കൂടുതലാണ്, അല്ലെ? ഇപ്പൊ 50 പേര് ജോലി ചെയ്യേണ്ടടുത്ത് 100 ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ തൊഴിലുണ്ടോ ചോദിച്ചാൽ തൊഴിലുണ്ട്, പക്ഷെ ആൾക്കാർ അവിടെ കൂടുതലാണ്. അപ്പൊ ആവശ്യത്തിലധികം തൊഴിലാളികൾ ഒരേ ജോലി ഏർപ്പെടുന്ന അവസ്ഥ. ഓക്കെ, ചിലപ്പോൾ 50 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലികൾ 100 ആൾക്കാർ വന്നാൽ 50 ദിവസം കൊണ്ട് 50 ആൾക്കാർ ചെയ്യേണ്ട ജോലികൾ 100 ആൾക്കാർ വന്നാൽ തൊഴിലിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും, അല്ലെ? 25 ദിവസമാവും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആവശ്യത്തിലധികം തൊഴിലാളികൾ ഒരേ ജോലിയിൽ ഏർപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രജനന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത താഴെ പറയുന്നത് ഏതാണ് ഘടനാപരമായ തൊഴിലില്ലായ്മയുടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിന് കാരണം എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് കാരണം എന്താണ്? കാലാവസ്ഥയുടെ വ്യതിയാനമാണോ, ഉത്സവ സീസണിലെ തൊഴിലില്ലായ്മയാണോ, വ്യക്തിപരമായ താല്പര്യക്കുറവാണോ, അതോ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണോ? അല്ലെ? അപ്പൊ നമുക്കറിയാം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ എന്നാണ് എന്താ പറയുക? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മൾ എന്താ പറയുക? ഘടനാപരമായ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. തൊഴിലില്ലായ്മ എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. മാനവ വിഭവശേഷി എന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സുരക്ഷയ്ക്കും തടസ്സമാകുന്നു. അപ്പൊ ഇതെല്ലാം വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്താണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായതാണ് ചോദിക്കുന്നത്. തൊഴിലില്ലായ്മ എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. കാരണം തൊഴിലില്ലായ്മ തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എന്ത് ചെയ്യും? പ്രതികൂലമായി ബാധിക്കും. അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. അടുത്ത് മാനവ വിഭവശേഷി എന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് വെച്ചാൽ ശരിയല്ലേ? മാനവ വിഭവശേഷി ഒരു രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവണം, അല്ലെ? മാനവ വിഭവശേഷി ഉണ്ടായിരിക്കണം. അടുത്തത് ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സുരക്ഷയ്ക്കും തടസ്സമാകുന്നു. അതും ശരിയായതാണ്. ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സുരക്ഷയ്ക്കും തടസ്സമാകുന്നത് ശരിയാണ്. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരിക. എന്താണ്? മേൽ പറഞ്ഞവയെല്ലാം ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനുള്ള പ്രസ്താവനയാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് തെറ്റാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ? ശരി. തൊഴിലില്ലായ്മ കുറയ്ക്കാൻ വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. രണ്ടാമത് വിദ്യാഭ്യാസവും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രജനന തൊഴിലില്ലായ്മയിൽ ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലും തൊഴിലാളികൾ പങ്കെടുക്കുന്നു. അതും നമ്മൾ പറഞ്ഞു. പ്രജനന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരേ തൊഴിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രവർത്തനത്തെയാണ്. അടുത്ത തൊഴിലില്ലായ്മ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ സഹായിക്കുന്നു. ശരിയാണോ? തെറ്റായിട്ടുള്ള ആൻസർ ആണ്, അല്ലെ? തൊഴിലില്ലായ്മ ഒരിക്കലും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സഹായിക്കില്ല, അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കാനാണ്.
ശിശുമരണ നിരക്ക് കുറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. അത് തന്നെ എന്താണ് നമുക്കറിയാം തെറ്റാണ് അല്ലെ. ശിശുമരണ നിരക്ക് കുറയുന്നത് രാജ്യത്തിന്റെ പുരോഗതി അല്ല സൂചിപ്പിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. പോഷകാഹാരക്കുറവ് മാനവശേഷിയുടെ ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു. എന്താണ് അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദാരിദ്ര്യം കുറയ്ക്കാൻ സർക്കാർ പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യമില്ല, അതും എന്താണ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്, അതും തെറ്റായിട്ടാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിക്കും. അപ്പൊ താഴെ നൽകിയ പ്രസ്ഥാനം ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം കുറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിക്കും. അത് ശരിയാണോ? ശരിയായിട്ടുള്ളതല്ല, നമുക്കറിയാം. ഓപ്ഷൻ ഡി ശരിയല്ല. ദാരിദ്ര്യം കുറക്കാൻ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. പോഷകാഹാരക്കുറവ് മാനവ വിഭവശേഷി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് എന്താണ്? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. ഓക്കെ, അപ്പൊ ശിശുമരണ നിരക്ക് കുറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. നമ്മുടെ ശിശുമരണ നിരക്ക് ശിശുമരണ നിരക്ക് കുറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശുമരണ നിരക്ക്. ഓക്കെ, ശിശുമരണ നിരക്കാണ് അവർ പറഞ്ഞത്. ശിശുമരണ നിരക്ക് കുറയാന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് എ ആണ് ആൻസർ. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ഞാൻ ഒന്നും കൂടി അത് തീർത്തു തരാം. അപ്പൊ എന്തായാലും ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ചോദിക്കാനാണ്, ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ശരി എന്ന് പറയുമ്പോൾ ഇപ്പൊ പോഷകാഹാരക്കുറവ് മാനവ വിഭവശേഷി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്കറിയാം. ദാരിദ്ര്യം കുറക്കാൻ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കേണ്ട എന്ന് പറയുന്നുണ്ട്, നടപ്പിലാക്കണം. സോ ഇതും തെറ്റാണ്. വിദ്യാഭ്യാസം കുറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിക്കുന്നു പറയുന്നത് അതും തെറ്റാണ് അല്ലെ. വിദ്യാഭ്യാസം കുറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച താഴെ വർദ്ധിക്കില്ല, കുറയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കൂ, ശിശുമരണ നിരക്ക് കുറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ശരിയാണ്, ശിശുമരണ നിരക്ക് കുറയാന്ന് വെച്ചാൽ രാജ്യത്തിന്റെ പുരോഗതി സൂചിപ്പിക്കുന്നു. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ് എന്ന് വെച്ചാൽ ഏതാണ്? അത് പ്രകൃതി വിഭവങ്ങളോ സാമ്പത്തിക സ്ഥിരതയോ രാഷ്ട്രീയ സ്ഥിരതയോ ഒന്നുമല്ല. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓപ്ഷൻ ബി വിദ്യാഭ്യാസമാണ്. ഓക്കെ, വിദ്യാഭ്യാസമാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയും അനുകൂലമായി സ്വാധീനിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. തൊഴിൽ സേനയുടെ ഗുണമേന്മയാണ് വരിക. രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അനുകൂലമായി സ്വാധീനിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചതാണ്? തൊഴിൽ സേനയുടെ ഗുണമേന്മയാണ് വരിക. രാജ്യത്തിന്റെ സമ്പദ്ഘടനത്തെ വരുമാനത്തെയും വളർച്ചയും അനുകൂലമായി സ്വാധീനിക്കുക തൊഴിൽ സേനയുടെ ഗുണമേന്മയാണ് ഓർമ്മിക്കുക. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് മാനവ വിഭവശേഷിയുടെ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഉചിതമായിട്ടുള്ള പരിശീലനമാണ്. ഓക്കെ, കൃത്യമായിട്ട് പരിശീലനം കൊടുക്കുമ്പോഴാണ് എന്താണ് മാനവ വിഭവശേഷിയുടെ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗം. സോ താഴെ പറയുന്നവയിൽ ഏതാണ് മാനവ വിഭവശേഷിയുടെ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് വരിക. ഉചിതമായിട്ടുള്ള പരിശീലനമാണ്. കുറഞ്ഞ വിദ്യാഭ്യാസമല്ല, ആരോഗ്യ പരീക്ഷ കുറക്കലല്ല, സാങ്കേതിക വിദ്യ ഒഴിവാക്കലല്ല, ഇതാണ് ഉചിതമായിട്ടുള്ള പരിശീലനമാണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ നോളജ് എക്കണോമിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഇത്, നോളജ് എക്കണോമി എന്ന് പറയുന്നത്. സോ ഏതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിക്കുന്നുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണോ? ഒരിക്കലും അല്ല അല്ലെ. പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കലല്ല. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തലല്ല. പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കലല്ല. എന്താണ്? സാങ്കേതിക വിദ്യയും വിവരങ്ങളും ഉപയോഗിച്ച് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നതാണ് നോളജ് എക്കണോമിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയും വിവരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നതാണ് എന്തത്? നോളജ് എക്കണോമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കുമ്പോൾ മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ നമുക്ക് ലഭിക്കും. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്താണ്? കുറയുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂടുന്നു. അപ്പോൾ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യം ലഭിക്കുന്ന നേട്ടങ്ങൾ ഉൾപ്പെടാതെ വെച്ചതാണ് ഉയർന്ന ജീവിത നിലവാരമാണ്. ഓക്കെ, ഉയർന്ന ജീവിത നിലവാരമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ്. മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഇത് ഉയർന്ന ജീവിത നിലവാരം. മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നു, രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഉയർന്ന ജീവിത നിലവാരമാണ് എന്ത് ചെയ്തത്? ഉൾപ്പെടാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാനവ വിഭവശേഷി കുറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? കുറഞ്ഞ ഉൽപാദനക്ഷമതയാണ്. ഓപ്ഷൻ ബി. മാനവ വിഭവശേഷി കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് കുറഞ്ഞ ഉൽപാദനക്ഷമതയാണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് കാലിക തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ്? മറ്റൊരു അൺഎംപ്ലോയ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുന്നത് സീസണൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ കാലിക തൊഴിലില്ലായ്മയാണ്. അത് പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്താ പറയാ? സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക സീസൺ വരുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുക? അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടാവുക. മറ്റ് സീസണൽ എന്തില്ല? എംപ്ലോയ്മെന്റ് ലഭിക്കില്ല. അതിനെയാണ് നമ്മൾ എന്താ പറയാ? സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുന്നതിനാണ് എന്താ പറയാ? സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുക. ഓക്കെ,
അടുത്തത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? അത് മനുഷ്യ മൂലധന രൂപീകരണമാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്, ഈ ഓപ്ഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്, പ്രകൃതി വിഭവങ്ങളല്ല, മനുഷ്യ മൂലധന രൂപീകരണമാണ് എന്ന് പറയുന്നത്. രാജ്യത്തിനെ സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? മനുഷ്യ മൂലധന രൂപീകരണമാണ്. ഓക്കെ, അടുത്തത് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ്. പൊതുവിദ്യാഭ്യാസ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്, വിദ്യാകിരണം. നമുക്കറിയാം, നമ്മൾ സ്കീം പഠിക്കുന്നതാണ്. വിദ്യാകിരണം എന്താണ്? പൊതുവിദ്യാഭ്യാസ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാകിരണം. അടുത്തത് ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്, ആയുഷ്മാൻ ഭാരത്. ഓക്കെ, ഈ രണ്ട് പദ്ധതികളെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അത് രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പൊതുവിദ്യാഭ്യാസ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്, വിദ്യാകിരണം ശരിയായിട്ടുള്ളതാണ്. അതുപോലെ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്, ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മാക്സിമം നോക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ആ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനില്ല. ഏകദേശം 26 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞിരിക്കുന്ന ടേമുകളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആവും, ഈ ഒരു സീരീസ് വളരെ എഫക്റ്റീവ് ആവും. അപ്പൊ മറ്റ് സീരീസുകൾ, അതായത് നമ്മളിപ്പോ ഇത് 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നടക്കുന്നത്. 3 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ സീരീസും കാണുക, അതിന്റെ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. അതിനെല്ലാം ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളത്, ചാപ്റ്റർ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഇത് മാറും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഇതിന്റെ എന്നും പറയുന്ന പോലെ വീഡിയോയുടെ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന കാര്യം ചെയ്യുക, കമന്റ് സെക്ഷനിൽ പറയുക. അടുത്ത ക്ലാസ് വേണമെങ്കിൽ അതും പറയുക. അപ്പോൾ അടുത്തൊരു നിങ്ങളുടെ കമന്റ് സെക്ഷൻ നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും നന്നായി നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി ഇടട്ടെ. താങ്ക് യു.